നറൂട്ടോ സീരീസിൽ ധാരാളം ഹാർഡ് ആയിട്ടുള്ള മിഷൻസ് ഉണ്ട്. എന്നാൽ സീരീസിലും ഇങ്ങനെയുള്ള 3 മിഷൻസ് അത് ഷിനോബിസിന് അറിയാം അവർ ആ മിഷന് പോയാൽ തിരികെ വരില്ല എന്ന്. സോ അങ്ങനെയുള്ള 3 സൂയിസൈഡൽ ആയിട്ടുള്ള മിഷൻസ് ഏതൊക്കെയാണെന്ന് നോക്കിയാലോ. നമ്പർ 3 എസ്കേപ്പ് 20 ഷിനോബി. ഇവിടെ ഫസ്റ്റ് ഗ്രേഡ് നിഞ്ച വാറിന്റെ ടൈമിൽ നമ്മുടെ ടോബിരാമയ്ക്ക് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വരും. ആൻഡ് അദ്ദേഹത്തിന്റെ പക്കൽ 2 മാർഗ്ഗങ്ങളേ ഉള്ളൂ. ഒന്ന് വന്ന് തന്റെ ടീമിന്റെ കൂടെ ചേർന്ന് ആ 20 എസ് റാങ്ക് ഷിനോബീസിനെ ഫൈറ്റ് ചെയ്ത് അതിൽ തന്റെ ടീമിന്റെ ജീവൻ കളയുക, അല്ലെങ്കിൽ താൻ ഒറ്റയ്ക്ക് 20 ഷിനോബീസിനെ ഫൈറ്റ് ചെയ്ത് തന്റെ ടീമിന് വേണ്ടി സാക്രിഫൈസ് ചെയ്യുക എന്നതാണ്. ആൻഡ് അൾട്ടിമേറ്റ്ലി നമ്മുടെ ടോബിരാമ സെക്കൻഡ് ഓപ്ഷൻ ചൂസ് ചെയ്ത് തന്റെ ടീമിനെ പ്രൊട്ടക്ട് ചെയ്തിരിക്കും. നമ്പർ 2 പ്രൊട്ടക്ട് ദി വില്ലേജ് ആൻഡ് ചൈൽഡ് ഓഫ് പ്രൊഫസി. ഇവിടെ കുറാമ ഇൻസിഡന്റിൽ തന്റെ വില്ലേജിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി ഓർത്തോക്കാകെ റീപ്പർ സീൽ യൂസ് ചെയ്ത് നയൻറ്റേൽസിന്റെ ഹാഫ് ചക്ര തന്റെ മേലെ സീൽ ചെയ്യുകയും ബാക്കി ഹാഫ് ചക്ര വന്ന് തന്റെ മകനായ നറൂട്ടോയുടെ മേലെ സീൽ ചെയ്തിരിക്കും. അതും തന്റെ മകൻ ഒരു ദിവസം ഈ ശക്തിയെ കൺട്രോൾ ചെയ്യുമെന്ന് വിശ്വാസത്തിൽ. എന്നിട്ട് മിനാറ്റോ കുഷീനയോടൊപ്പം തന്റെ ലൈഫും സാക്രിഫൈസ് ചെയ്തിരിക്കും. ആൻഡ് ഫൈനലി നമ്പർ 1 അസാസിനേറ്റ് പെയിൻ. എന്റെ ഷിനോബി വേൾഡിലും ആ ടൈമില് അക്കാട്സുക്കയുടെ ലീഡറായ പെയിനെ കണ്ടുപിടിച്ച് കൊല്ലാൻ സാധിക്കുന്ന ഒരു ഷിനോബിയുമില്ല. ഈവൻ പെയിനെ കണ്ടുപിടിക്കുന്നത് തന്നെ വളരെ ഡിഫിക്കൽട്ട് ആണ്. ആൻഡ് നമ്മുടെ സുനാഡയ്ക്ക് അറിയാം ജിറായക്ക് പെയിനെ ഡിഫീറ്റ് ചെയ്യാൻ സാധിക്കില്ല എന്ന്. പക്ഷേ എന്നിരുന്നാലും ജിറായ ആ ഒരു മിഷനെ ഏറ്റെടുത്ത് തന്റെ സ്റ്റോറിക്ക് എൻഡ് കൊടുത്തു.